ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമ്മൾ തിങ്കളാഴ്ചത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ എന്നത്തെയും പോലെ എണീറ്റിട്ടുണ്ട്, ഫ്രഷായി അടുക്കളയ്ക്ക് വന്നു, കുറച്ച് നേരം പുറത്തേക്കൊക്കെ അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുക്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഇത് രാത്രി ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചത് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പച്ചമുളക്, എരിവ് എത്രയാണോ വേണ്ട അതിനുള്ള പച്ചമുളക്, ഞാനിപ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു തക്കാളി, ഒരു സവോള, ഇത്രയും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കും. 2 വിസിലടുപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇത് എന്തിലേക്കുള്ള കറിയാണെന്ന് പറയാം, ചോറിലേക്കുള്ള കറിയല്ല കേട്ടോ. രാത്രി ഞാൻ പച്ചരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കട്ടെ, അതായത് നല്ല മാവ് നല്ല തിക്കായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ടോ, എങ്ങനെയാണ് ലൂസായിട്ടാണോ മാവ് ഇരിക്കണം എന്നൊക്കെ രാവിലെ ഞാൻ നോക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് ചിലപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കും, ചിലപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കും. എന്തായാലും നമ്മളെ കറിക്കുള്ളതൊക്കെ കുക്കറിൽ സെറ്റാക്കിയിട്ട് ഇതാ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മാവൊക്കെ തുറന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല എന്താ പറയുക, ഫ്ലഫി ആയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതുകൊണ്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇന്ന് എനിക്ക് നിലമ്പൂർ പോകാനുണ്ട്, ബില്ലൊക്കെ എടുത്ത് വെച്ചു എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാനൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഇഡ്ഡലി പാത്രമൊക്കെ വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ഓയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ തടവി കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഇഡ്ഡലി വെന്തതിന് ശേഷം പെട്ടെന്ന് ഇങ്ങോട്ട് തട്ടിയാൽ നമുക്ക് പോരാൻ വേണ്ടിയിട്ട്, ഇളവി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഓയിലൊന്ന് ഇതാക്കിയിട്ട് ബാക്കി എല്ലാത്തിലും തേച്ച് കൊടുക്കുക. അപ്പോൾ 2 അടുപ്പോടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ, പിന്നെ ഞാൻ പോയി വന്നിട്ടുണ്ട്. വർക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ആണ് ഞാൻ വർക്കിന് പോകുന്നത്. ഇതിപ്പോൾ ഒന്ന് ഓഫീസിലേക്കാണ് പോണത്, അതുകൊണ്ട് ഒരു 8:30 ആകുമ്പോഴേ പോകുള്ളൂ. വർക്കിനാണ് പോണതെങ്കിൽ, റീഡിങ് എടുക്കാനാണ് പോണതെങ്കിൽ ഞാൻ 6 മണിയാകുമ്പോൾ പോകും. അപ്പോൾ കുറച്ചും കൂടെ നേരത്തെ എണീക്കും. എന്നിട്ട് രാവിലത്തെ മക്കൾക്ക് എന്താണോ അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോകും കേട്ടോ. അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ വന്നിട്ടാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ്. രാവിലെ തന്നെ നമ്മൾ രാവിലെ കഴിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ്. എന്നിട്ട് ഞാൻ നേരെ ഓഫീസിൽ പോകും. പിന്നെ അവിടെ നിന്ന് വന്നിട്ടേ ഉള്ളൂ ഉച്ചക്കത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക കേട്ടോ. നിലമ്പൂർ പോയി വരാൻ നമുക്ക് ആകാരം 3 മണിക്കൂർ മതിയല്ലോ. പിന്നെ അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടവിടെ എന്താ പറയുക, എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ആ ഒരു 2 തട്ടും കൂടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ തട്ടൊന്ന് ചൂടാവുമ്പോഴാണ് ഞാൻ മാവ് കോരി ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളെ ചെറുപയർ കറിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് വറവിടാനായിട്ട് ചെറുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് ആവി വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മളെ തട്ടിലേക്ക് മാവൊക്കെ കോരി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 തട്ടിലേക്ക് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അതിൽ നമുക്കൊരു 9 ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ചെറിയ തട്ടിൽ 5 ചെറിയ തട്ടിൽ 4, ഓൾഡ് തട്ടിൽ 5. ഞങ്ങൾക്ക് 3 ആക്കും കഴിക്കുന്നത് ധാരാളം ഗൈസ്. 3 വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 9 കറക്റ്റാണ്. ബാക്കിയുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കും കേട്ടോ. ഇനി ഇങ്ങനെ മാവ് അരച്ച് വെച്ചാൽ 2 ദിവസം എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി 2 ദിവസത്തേക്ക് അതെന്തായാലും ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുകയാണെങ്കിൽ അതങ്ങനെ തീരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കറി എന്തായാലും ഞാൻ 2 വിസിലടിച്ചപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചെറുപയറാകുമ്പോൾ ഒരുപാട് സമയം വേണ്ട. പിന്നെ തലേദിവസം നമ്മൾ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ട് കേട്ടോ. 2 വിസിലൊന്നും അടുപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. 1 വിസിലടുപ്പിച്ചിട്ട് നമ്മൾ ആ പ്രഷർ പോകാൻ വെക്കുമ്പോൾ തന്നെ ബാക്കി ഇരുന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മളെ കറി ഇറക്കി വെച്ചു. ഇനി അത് വറവിടാനുള്ള പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇഡ്ഡലി നോക്കുമ്പോൾ ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് ഇറക്കി വെച്ചു. ഇനി ആ ഒരു അടുപ്പിൽ ഞാൻ എനിക്കുള്ള കട്ടൻ ചായക്കുള്ള വെള്ളം വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തണുത്തതിന് ശേഷം ഞാനതൊന്ന് മാറ്റി വയ്ക്കും കേട്ടോ. കാസറോളിൻ്റെ പാത്രത്തേക്ക് ഇട്ട് വയ്ക്കും. ഇപ്പുറത്ത് നമ്മുടെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കും ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ആ മൂപ്പിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ കറിക്കൊന്നും കൂടി ഒരു നല്ല മഞ്ഞ കളർ ഉണ്ടാവും കേട്ടോ. വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെന്ത് വരുമ്പോൾ ഒരു തീരെ കളറില്ലാത്ത പോലെ തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വറവിടുന്ന സമയത്ത് ആ എണ്ണയിലേക്ക് തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അതൊരു കളർ ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ച് നമുക്ക് ആ മഞ്ഞൾപ്പൊടിൻ്റെ ഒരു കുത്തന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറി കൂടെ സെറ്റായിട്ടുണ്ട്. കറി വെന്ത് വരുമ്പോഴത്തേക്കും അതിൽ ആ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മെൽറ്റായിട്ടുണ്ടാവും, നല്ല അലിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചായയും റെഡിയായിട്ടോ, കട്ടൻ ചായ റെഡിയായി.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഓരോന്ന് കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്താൽ ഒരു മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയർ കറിയൊക്കെ ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു. കഴുകാനുള്ളത് ഞാൻ സിങ്കിലേക്ക് എടുത്തിട്ടുണ്ട്, കഴുകിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പം കാസറോളിലേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ തട്ടിയിട്ട് കൊടുക്കുകയാണ്. അത് അതിൽ അടച്ച് വെച്ചാൽ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ചായ കുടിയിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒന്നിച്ച് പാത്രം കഴുകണുള്ളൂ കേട്ടോ. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകാൻ നിൽക്കുന്നുള്ളൂ. എപ്പോഴും നമ്മൾ ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ അടുത്ത് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോണത് അതിനുള്ള സാധനങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ അത് അടുപ്പത്ത് വെക്കുമ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കള പണി തന്നെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ചായയും കടി ഉണ്ടാക്കുന്നതും ചോറും കറിയും ഉണ്ടാക്കുന്നതൊക്കെ ചിലപ്പോൾ ഒരു 2 മണി വരെ പോണ വീടുകളിൽ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവില്ല, ഇന്നത് ഉണ്ടാക്കണം അതിന് ശേഷം അപ്പോൾ അത് നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ അടുക്കളപ്പണിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ പെട്ടെന്ന്. പിന്നെ നമ്മളെവിടെയെങ്കിലും പോകാനുള്ള ഇതും കൂടെ ഉണ്ട്, പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനൊരു 3 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ 3 എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിലും ദോശ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ രാത്രി അരച്ച് വെക്കണ മാവ് രാവിലേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് ഉണ്ടാക്കിയാൽ അതുകൊണ്ടൊരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ചിലർ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങി വരില്ല. അങ്ങനെ വന്നില്ലെങ്കിൽ ആ മാവ് നമ്മൾ എന്താ പറയുക, അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാലും ദോശ ഉണ്ടാക്കിയാലും നല്ല കല്ല് പോലെ ഇരിക്കും. അപ്പോൾ മക്കളൊക്കെ എണീറ്റ് എന്ന് പറയാൻ പറ്റില്ല, തത്ത എണീറ്റിട്ടുണ്ട്. അപ്പോൾ തത്ത എണീറ്റ് വന്നപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അതിനിടയിൽ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിറങ്ങി. പുറത്തെ ബാൽക്കണിയിൽ വന്നിരുന്ന ഒരു തണുപ്പാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അടുക്കളയിൽ ഇരുന്നപ്പോൾ ആകെ ചൂടായിട്ട് അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ രാവിലത്തെ ഞാനും തത്തയും ചായ കുടിച്ച് കഴിഞ്ഞു, പാത്രങ്ങളും കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, കിച്ചുമോൾ എണീറ്റിട്ടില്ല കേട്ടോ. ഒക്കെ ഉള്ളത് അവിടെ ഗ്യാസ് റോഡിലുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിലമ്പൂർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഞാൻ റെഡിയായി വരട്ടെ കേട്ടോ ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ നിലമ്പൂരൊക്കെ പോയി വന്നിട്ടുള്ള വീഡിയോ ആണ് കാണിക്കണേ. പോയി ബില്ലൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടോ. ബില്ല് ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചത്തേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടോ, കിച്ചുമോൾ എണീറ്റിട്ടില്ല. ഞാൻ ഓഫീസിൽ പോയി തിരിച്ചു വന്നപ്പോഴും കിച്ചുമോൾ എണീറ്റിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നേരത്തെ വന്നിട്ടുണ്ട്, 8:30 ഞാൻ പോയി 9:30 ഞാൻ തിരിച്ചെത്തി കേട്ടോ. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ വല്ലാതെ നിർബന്ധിക്കുള്ളൂ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ പിന്നെ നേരത്തെ എണീക്കണമല്ലോ. തത്താടി TV കാണുന്നുണ്ട്. ഞാൻ ചിക്കൻ വാങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ. മീനിന് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ മീൻ നല്ല വില, അപ്പോൾ വേഗം ചിക്കൻ വാങ്ങി. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്ന് മാറ്റട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ മാറ്റണില്ല, കാരണം എന്തായാലും ഇപ്പോൾ ഈ ചൂട് കാലമായതുകൊണ്ട് കുറച്ച് സമയം നമ്മളൊരു ഡ്രസ്സ് ഇട്ടാലും അതെന്തായാലും കഴുകാതെ പിന്നെ പറ്റൂലല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ വിയർപ്പും കാര്യങ്ങളൊക്കെ ആവണോണ്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് കഴുകാനുള്ളതാണല്ലോ. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് എന്താ പറയുക, അപ്പോൾ ഒന്ന് എന്തായാലും ഞാൻ ഫ്രഷ് ആവും. ഞാൻ രാവിലെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയാലും പിന്നെ നമ്മൾ കുക്കിങ് കഴിയുമ്പോൾ ചുട്ടിട്ട് വയ്യ അങ്ങനത്തെ ഒരു ഇതാവും കേട്ടോ. അപ്പോൾ വീണ്ടും പോയി ഒന്ന് മേലൊന്ന് ഫ്രഷ് ആവും. എന്തായാലും വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇവിടെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും കുളിക്കാമല്ലോ. അപ്പോൾ രാവിലെ ഞാൻ പോയ സമയത്ത് നമ്മുടെ ഇഡ്ഡലി പാത്രം എല്ലാം കഴുകി കമഴ്ത്തി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ നമ്മളെ പാത്രം കഴുകണം അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റിട്ട്. അപ്പോൾ അവിടെ അത്രയൊരു സ്പേസും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ കുക്കർ കഴുകിയതുണ്ടായിരുന്നു, പിന്നെ ചീനച്ചട്ടി, അങ്ങനത്തെ ഓരോ പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി അതൊക്കെ ഫ്രഷ് അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സ്ഥാനത്തേക്ക് ഒന്ന് എടുത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കവർ തുറന്ന് നമ്മുടെ ചട്ടിയിലേക്ക് ഇടട്ടെ. ഇനി ഞാൻ അവിടെ നിന്ന് ചെറുതാക്കി കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒരു പുതിയ പയ്യനായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ കട്ട് ചെയ്ത് കുറച്ച് വലുപ്പമുണ്ട്. അപ്പോൾ ഞാനൊന്നും കൂടി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് കറക്റ്റ് ആ കുഞ്ഞു പീസായി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ അതിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട പണിയേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ അടുക്കളയിൽ ഇവിടെ നമുക്ക് അടുക്കളയിലല്ലേ ഉള്ളൂ, ഈ ചിക്കനാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ അടുക്കള വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി സമയം വേണം. അടുക്കളയിൽ വെച്ച് ചിക്കനാണെങ്കിലും മീനാണെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തുടക്കുക വൃത്തിയാക്കുന്നൊരു പണിയാണ് കേട്ടോ. എന്തായാലും ചിക്കനൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഉച്ചക്കത്തേക്ക് ചീര ഉണ്ട്, അതും ഞാൻ തത്തേനോട് പറഞ്ഞു, തത്ത ഹെൽപ്പ് ചെയ്തു കേട്ടോ. തത്തയാണ് ചീര കഴുകി വൃത്തിയാക്കി വെച്ചത്. പിന്നെ ഇതൊക്കെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചതാണ്. ചിക്കൻ എന്നത്തെയും പോലെ അല്ല, ഇന്ന് ചെറിയൊരു വെറൈറ്റി ആയിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ.
അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് താത്തേനോട് ഞാൻ ചീര കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നതാണ് കേട്ടോ. നമ്മൾ വാങ്ങിയ ചീരയല്ല, അവിടെ മുറ്റത്തുണ്ടായ ചീരയാണ്. അപ്പോൾ അമ്മ കവറിലാക്കി തന്നിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ചിക്കൻ നന്നാക്കിയ സമയത്ത് അവളോട് പറഞ്ഞിരുന്നു ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കിട്ടോ എന്ന് പറഞ്ഞപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മളെന്നും ഉണ്ടാക്കുന്ന പോലെയല്ല, ചെറിയൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ ചിക്കൻ ചൂക്ക ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഏകദേശം ആ ഒരു സ്റ്റൈലിലേക്ക് പോകുന്ന, കറക്റ്റ് അതുപോലെയല്ല. ചിക്കൻ ചൂക്കയിൽ നമ്മൾ പിന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ട് അതാണ് കൂടുതലായിട്ട് ചേർക്കണത്. പക്ഷെ നമ്മളിപ്പോൾ അത് ചേർക്കണില്ല, എന്നാലും സെയിം ഏകദേശം അതേ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ 2 സവോള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഇത് നമ്മൾ ചിക്കനൊക്കെ കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത്. ചിക്കൻ മസാല ചേർത്ത് കഴിഞ്ഞു. അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ മുളക് പൊടി കുറച്ച് ചേർത്തു, കാശ്മീരി ചില്ലി കുറച്ചധികം ചേർത്തു, പിന്നെ ഉപ്പ് ഇട്ടു. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പേസ്റ്റാക്കിയതും ചേർത്തു, കറിവേപ്പിൻ്റെ ഇല ചേർത്തു, പിന്നെ ചേർക്കുന്നത് ഇത് വലിയ ജീരകം പൊടിച്ചത്, കുരുമുളക്, പിന്നെ കുറച്ചുകൂടെ വെളുത്തുള്ളി എന്നിങ്ങനെ ചതച്ചതും കൂടെ ചേർത്തു. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിക്കരുത്, കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം അങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് അങ്ങനെ വെക്കുക, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സോറി, അതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാൻ മറന്നു, നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവോളയും കൂടി ചേർക്കണം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ കേട്ടോ. ഇത് എല്ലാം കൂടെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വിട്ടുപോയി. അപ്പോഴാണ് സവോള അവിടെ ഇരിക്കണേ കണ്ടത്, വറുത്തിച്ചത് കണ്ടത്. അങ്ങനെ അത് 10 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ സെയിം അതേ എണ്ണ തന്നെ നമ്മൾ അതായത് നമ്മളെ സവോള വറുത്തെടുത്ത, ഉള്ളി വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു. ഈ സെയിം എണ്ണയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കണം കേട്ടോ, അതിനായിട്ട് ഇനി വേറെ എണ്ണ നമ്മൾ എടുക്കണില്ല. പിന്നെ നമ്മൾ നേരത്തെ നമ്മളെ മസാലകളൊക്കെ തേച്ച് വെച്ചിട്ട് നമ്മളെ ചിക്കനെ ഇതിലേക്ക് എടുത്തിടുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കണില്ല കേട്ടോ. ഈ ഒരു ചിക്കൻ വേവാനുള്ള വെള്ളം എന്തായാലും ആ ചിക്കൻ തന്നെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും. പിന്നെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ആദ്യം ഫസ്റ്റ് ഒരു 2-3 മിനിറ്റ് എന്തായാലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് അതിൽ നിന്ന് ആ വെള്ളമൊക്കെ കൊണ്ട് ഇറങ്ങി വരും. പിന്നെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. ഒരു ചിക്കനോ മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കുറേ മസാലപ്പൊടികളായിട്ടെല്ലാം കൂടെ അവിടെ വലിച്ച് വാരി അവിടെ വയ്ക്കും. പിന്നെ അതൊക്കെ എടുത്ത് വെക്കുക, അതൊക്കെ അതാത് സ്ഥാനങ്ങളിൽ എടുത്ത് വെക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചീരയൊക്കെ അവിടെ എന്താ പറയുക കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീര ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, ചെറിയ ചീരേൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒരു താളിപ്പാക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇത് നമ്മൾ ചിക്കൻ വരട്ടിയെടുക്കുകയാണല്ലോ, അപ്പോൾ അതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഇങ്ങനെ താളിപ്പൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ചീര അരിഞ്ഞിട്ടില്ല, വലിയ ചീരയാണെങ്കിൽ ഞാൻ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ ഇല ആയതുകൊണ്ട് ഞാൻ അരിഞ്ഞിട്ടില്ല, കഴുകി അവിടെ വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക സ്റ്റൗവിൻ്റെ പുറത്തു കൂടെയൊക്കെ എണ്ണ ഇതൊക്കെ തെറിച്ചതുണ്ടായിരുന്നു. അത് അപ്പം ഒന്നും കൂടി തുടച്ചിട്ടാൽ എന്താ പറയുക അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോയി കിട്ടും. ഒരു ബാഡ് സ്മെല്ലും നമ്മളെ കിച്ചണിൽ ഉണ്ടാവില്ല. ഒന്നാമത് ഈ ചിക്കനും മീനൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും എപ്പോഴും അറിയാം തുടച്ചോടെ തന്നെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തോ ഒരു മീനിൻ്റെ സ്മെല്ലുണ്ടോ അല്ലെങ്കിൽ ചിക്കൻ്റെ സ്മെല്ലുണ്ടോ അങ്ങനെ തോന്നും. ഒന്നാമത് നമ്മൾ പൊട്ടിക്കലൊക്കെ ആകുമ്പോൾ അതൊക്കെ പുറത്ത് നമ്മൾ കൊണ്ടുപോയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അകത്ത് ആകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കണത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഊറ്റാൻ വേണ്ടി നോക്കി, അപ്പോൾ ആയിട്ടില്ല കേട്ടോ റേഷനരി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പായസമായി പോകും. 2-3 പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരോട് ഒരുപാട് എന്താ പറയുക നന്ദി അറിയിക്കുകയാണ്, നിങ്ങൾ കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ. അപ്പോൾ ഇനിയും നമ്മുടെ പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ കൂട്ടാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് പറയണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് പാത്രങ്ങളുണ്ടെന്നൊക്കെ അതൊക്കെ കഴുകി ഞാൻ എൻ്റെ കൈയൊക്കെ അപ്പുറത്ത് പോയി ഒന്ന് സോപ്പിട്ടൊക്കെ കഴുകി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇളക്കി കൊടുക്കുകയാണ്. ചിക്കനിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വേവാനുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറും കൂടെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ളത് ആ ഒരു താളിപ്പ് മാത്രമാണ് കേട്ടോ. താളിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് എന്താ പറയുക താളിപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരുണ്ടാവില്ല, നമ്മുടെ ഈ മലപ്പുറം ജില്ലക്കാർക്ക് കേട്ടോ. അപ്പോൾ ചീരക്കട റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചിക്കൻ കണ്ടോ ഇത്രയും വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നതാട്ടോ ഗൈസ്. ഒട്ടും തന്നെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല, അതിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വറ്റി വരണം. പക്ഷേ ഇത് ഏറ്റവും നല്ലത് അടുപ്പിലൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ. നമ്മൾ അടുപ്പിലൊക്കെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അടുപ്പാണ്.
അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ അടുപ്പത്ത് നമ്മൾ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച് നമ്മൾ ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. താളിപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ ചെറിയുള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂപ്പിച്ചെടുക്കില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിടിക്കുകയുള്ളൂ. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ താളിപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ജസ്റ്റ് അതിൻ്റെ പച്ചമണം നിന്ന് മാറി വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കഞ്ഞിവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, താളിപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു. കഞ്ഞിവെള്ളം കുറച്ച് കുറഞ്ഞോന്ന് കേട്ടോ, കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ, കാരണം കറി വേണം, താളിപ്പായിട്ടാണല്ലോ, അപ്പോൾ കറി വേണം. അപ്പോൾ കുറച്ചും കൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് കഞ്ഞിവെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ചീരേൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ചീരേൻ്റെ ഇല വെന്ത് വരുമ്പോൾ ഓഫ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ താളിപ്പൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. ഞാനിത് ആ ഇലയോട് കൂടിയുള്ള ആ കുഞ്ഞ് തണ്ട് കളഞ്ഞിട്ടില്ല കേട്ടോ, അതുകൂടെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതവിടെ കിടന്ന് ആകട്ടെ. പിന്നെ നമ്മൾ ചിക്കൻ്റെ കാര്യം പറഞ്ഞില്ല, ചിക്കൻ എപ്പോഴും അടുപ്പത്ത് വെക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്നറിയോ, നമുക്ക് എന്താ പറയുക, അത് നന്നായിട്ട് ആ ഒരു വരട്ടിയെടുക്കുന്ന ചിക്കൻ്റെ കളറിൽ തന്നെ ഒരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും. നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആകില്ല, കാരണം എത്ര നമ്മൾ സിമ്മിലിട്ട് ഇങ്ങനെ വെച്ചാലും ഇത് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഒരുപാട് ഇങ്ങോട്ട് വേറെ കളറിലായി കിട്ടണമെങ്കിൽ കുറച്ച് അധികം സമയം തന്നെ നമ്മൾ വെക്കണം. അപ്പോൾ എന്നാൽ ഏകദേശം ഇതിലെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ട് കേട്ടോ, നമ്മൾ പട്ട ഗ്രാമ്പൂ അതുപോലെ ഏലക്കൊക്കെ ചേർത്തതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട്. പിന്നെ കാര്യമായിട്ട് ഇങ്ങനെ ഇത് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ചൂക്കേണ്ടതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അധികം ചേർക്കണത് അവർ പെപ്പറും മറ്റേ നമ്മളെ എന്താ പറയുക വറ്റൽമുളകൊക്കെയാണ്, അതൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ വറ്റൽമുളകൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. എന്തായാലും നമ്മളെ ചിക്കനിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ട് അവിടെ വെച്ചു, ഞാൻ ഒന്നും കൂടെ ആവട്ടെ വിചാരിച്ചു. നമ്മുടെ താളിപ്പ് റെഡിയായി, അതൊക്കെ പാത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രാവിലത്തെ നമ്മളെ ചെറുപയർ കറിയാണ്. ചോറും റെഡിയായി. പിന്നെ നമ്മൾ ഫൈനലി നമ്മുടെ ചിക്കനും വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിങ് കഴിഞ്ഞു, ക്ലീനിങ്ങും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കണ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതും കൂടെ ആകുമ്പോൾ അങ്ങോട്ട് പൂർണ്ണമായി അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് വലിയ ചൂടൊന്നും അടുക്കളയിൽ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറുണ്ണാൻ വേണ്ടി പോവുകയാണ്. ഒരു നാരങ്ങേൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ താളിപ്പ് നല്ല ചൂട് കേട്ടോ, നല്ല ചൂടോടെ തന്നെ താളിപ്പ് അങ്ങോട്ട് ഒഴിച്ചു. പിന്നെ കുറച്ച് ചിക്കനും എടുത്തു. ചിക്കൻ്റെ ഗ്രേവിയാണ് കുറച്ച് അധികം എടുത്തിട്ടുള്ള കേട്ടോ. ഇതിൻ്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ്, പീസിനേക്കാളും കൂടുതൽ ഗ്രേവിക്കാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊതിയാവോ? ഇല്ല അല്ലേ, എല്ലാവരും എന്നും ചിക്കൻ ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ എന്തായാലും മക്കളെ, ഇതുപോലൊരു കോംബോ നിങ്ങളും തയ്യാറാക്കി നോക്കൂട്ടോ. ഈ ഒരു ചീരത്താളിപ്പ്, ചിക്കൻ, തൈര്, നാരങ്ങച്ചാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ, സീ യു.